കുറച്ച് മാങ്ങ പൊട്ടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇത്. അതിനായിട്ട് നമ്മളൊരു നാടൻ തോട്ടി വെച്ചിട്ടാണ്, കവുങ്ങിൻ്റെ ഇലകായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള തോട്ടി വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ പണ്ടൊക്കെ നമുക്ക് നമ്മുടെ ഇതിലൊക്കെ ഉണ്ടായിരുന്ന നാടൻ മാവിൻ്റെ ഒരു മാങ്ങയാണ് അത് കേട്ടോ. അത് നല്ല ഉയരത്തുള്ളത്, ഒരു വർഷം രൂപയൊന്നും കിട്ടുള്ളൂ. അത് നമ്മളിങ്ങനെ മുട്ടി കുടിക്കാന്നൊക്കെ പറയും. അത് ഞെക്കിയിട്ട് അത് കുടിക്കുന്ന നിങ്ങളൊക്കെ അത്തരം നാടൻ മാവുകൾ പണ്ട് ഇപ്പോഴും ഉണ്ട് പല സ്ഥലങ്ങളിലൊക്കെ. അതൊക്കെ വീട്ടിലുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണേ. ഇത് കുറച്ച് ഹൈബ്രിഡ് മാങ്ങാണ് ഇപ്പോൾ പൊട്ടിച്ചുള്ളത്, നല്ല വലുതാണ്. അതുപോലെ ഇതിൻ്റെ പേര് നമുക്കറിയില്ല, നല്ല വലുതാണ്. ഇതിൻ്റെ പേരൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് ഇട്ട് തരണേ. പിന്നെ ഇതിൻ്റെ രസം എന്താ വെച്ചാൽ ഇത് ഞെട്ട് നമുക്ക് പൊട്ടിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ഇതിൽ വെള്ളമല്ല കേട്ടോ, ഇതൊരു പ്രത്യേക കറ കണ്ട് സ്പ്രേ ചെയ്യുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് ഈ മാങ്ങ പൊട്ടിക്കുമ്പോൾ നമുക്കതിങ്ങനെ സ്പ്രേ ചെയ്യിക്കാൻ ഭയങ്കര ഇഷ്ടം. ഇത് തൽക്കാലം തോട്ടി കെട്ടുന്നത് ഇങ്ങനെ നല്ല കേട്ടോ, ഞാൻ എനിക്കപ്പോൾ തോന്നിയൊരു സ്റ്റൈലിൽ കെട്ടിയതാണ്. പക്ഷേ സംഭവം അത് നല്ല സക്സസ് ആണ് കേട്ടോ. ഇത് കത്തി വെച്ചിട്ടാണ് കെട്ടുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇത് ഫുള്ളായിട്ട് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേറെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അവസാനം നമ്മൾ ആ കത്തിയുടെ അപ്പുറം കുറച്ചിൻ്റെ ചെരിച്ച് വെച്ചിട്ട്, അപ്പോൾ അത് നന്നായി ടൈറ്റ് ആവുകയും ചെയ്യും. നമ്മളിങ്ങനെ പിടിച്ച് ചെരിക്കുന്ന സമയത്ത് ആ ഭാഗം, ആ പിടിയുടെ ഭാഗം ഒന്നുകൂടിയും ഇതിലേക്ക് കെട്ടി കൊടുത്താൽ മതി. ശരിക്കും ഇപ്പോൾ നമുക്ക് നല്ല ഹൈബ്രിഡ് തോട്ടികളൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ ഒരു ഹൈബ്രിഡ് തോട്ടി വാങ്ങാനുള്ള എല്ലാ വർഷവും വാങ്ങേണ്ടാവുന്ന സമയത്ത് ഒരെണ്ണം വാങ്ങണമെന്ന് വിചാരിക്കും. പക്ഷേ പിന്നെ വിചാരിക്കും അപ്പോൾ പിന്നെ വാങ്ങേണ്ട കാലമൊക്കെ കഴിയും. അപ്പോൾ പിന്നെ അടുത്ത വർഷത്തേക്ക് മാറ്റാതുണ്ടായത്. ഇപ്രാവശ്യം നമ്മൾ വാങ്ങാൻ പോയി നോക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊരു തോട്ടി അവരുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും അവിടെ തന്നെ നമ്മൾ വാങ്ങുന്നുണ്ട്. നല്ല ഉയരത്തിലുള്ള മാങ്ങ പൊട്ടിക്കാനൊക്കെ ഒരു ഈ ഫൈബർ പോലത്തെ ഇതൊക്കെ കനം കുറവുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇതിൽ ഈ മാങ്ങയുടെ പേരും, ഇത് വേറൊരു മാങ്ങ കേട്ടോ, നേരത്തെ എടുത്തിട്ടതല്ല. ഇതിൻ്റെ പേരും ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഇടണം. സോറി, ഈ മാങ്ങപ്പം പൊടിച്ച മാങ്ങ പ്യൂറാണെന്ന് പറഞ്ഞ മാങ്ങയാണ്, പ്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള മാങ്ങ ഉണ്ടാകും. പിന്നെ ഇനി അതല്ല അതിലും വല്ല മാറ്റമൊന്നുണ്ടെങ്കിൽ എനിക്കപ്പോൾ അതുപോലെ ഈ ഒരു മാങ്ങയും നമുക്ക് കൃത്യമായിട്ട് പേരറിയാത്തൊരു മാങ്ങയാണ്. അതിലാ ഒരു റെഡ് കളർ ഉണ്ടല്ലോ, അതിൻ്റെ പേര് എന്താണ്, സിന്ദൂരാണെന്നാണ് പറഞ്ഞത്. ഇത് പേരുകളൊക്കെ ഞാൻ കുറേ നേരത്തെ ഇങ്ങനെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതെല്ലാം മറന്നുപോയതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സിന്ദൂരം എന്ന് പറഞ്ഞ മാങ്ങ. ഇത് നല്ല പോലെ ഒരുപാടെണ്ണം ഉണ്ടാവും അങ്ങനെ ഒരു പോലെ അത്യാവശ്യം. പിന്നെ ഉയരത്തൊക്കെയുള്ള മാങ്ങ നമ്മൾ ഒഴിവാക്കലാണ്. അത്യാവശ്യം കിട്ടുന്ന ഭാഗത്തുള്ളത് മാത്രമേ പൊട്ടിക്കാറുള്ളൂ കേട്ടോ. ഇത് എളുപ്പമല്ല കേട്ടോ. അപ്പോൾ മാങ്ങ പൊട്ടിക്കാനൊന്നും ആളെ കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലെ സ്വന്തമായിട്ടൊക്കെ പൊട്ടിക്കുന്നതായിരിക്കും നല്ലത് ഇനിയുള്ള കാലങ്ങളിലൊക്കെ. അല്ലെങ്കിൽ നല്ല ഹൈബ്രിഡ് തോട്ടി പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇത് ഇങ്ങനെ ഈ വെള്ളം തുരിച്ച് കളയാൻ നമുക്കെല്ലാം നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ നാടൻ മാങ്ങ കേട്ടോ, അത് നമ്മൾ ഞെക്കിയിട്ട് അതിൻ്റെ അറ്റം ചെറുതായിട്ട് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ പിന്നെ നമുക്ക് അതിൻ്റെ ഇത് പിടിക്കാൻ പറ്റും. ഇത്ര മാങ്ങയൊക്കെ ചെറുപ്പത്തിൽ ഇതാക്കിയുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.